യുവരാജ്, പൊതുറോഡുകൾ കയ്യേറരുത്, പൊതുഗതാഗതം തടസ്സപ്പെടുത്തരുത്, റോഡിൽ കമാനങ്ങളോ ഫ്ലക്സുകളോ പാടില്ല, ഹൈക്കോടതി വിധികളേറെയുണ്ട്. ഇതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചാണ് CPM പരിപാടികൾ. ഇതിലൊക്കെ ഉപരി മനുഷ്യാവകാശ ലംഘനവും. ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഹനിക്കപ്പെട്ടത്. അതിൽ നടപടിയെടുക്കേണ്ട പോലീസാണ് സ്റ്റേജ് നിർമ്മാണത്തിന് കുട പിടിച്ചു കൊടുക്കുന്നത്. സഖാക്കന്മാരെ കണ്ട സകലതും മറന്ന് വിടുപണിയെടുക്കുന്ന പോലീസ്. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയാത്തതുകൊണ്ട് പഞ്ചപുച്ഛമടക്കി ഇതെല്ലാം കണ്ടു നിൽക്കണമെന്നാണോ യുവരാജ്? നമ്പ്യാർജി, ഇതിനകത്ത് ഈ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നാണ് അവർ നാടകം അവതരിപ്പിക്കുന്നത്. അവർക്ക് ആദ്യം ഉണ്ടാകേണ്ടത് നിങ്ങൾക്കൊരല്പം വകതിരിവ് എന്നൊരല്പം ഒരു നാടകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠന ക്ലാസ്സോ ഒക്കെ അവർക്ക് എടുത്തു കൊടുക്കേണ്ടതാണ്, കുറച്ച് വകതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വഞ്ചൂരിലാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ വഞ്ചൂർ ഇപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്ന ആൾക്കാർക്ക് വഞ്ചൂരിനെ കുറിച്ച് നിശ്ചയം ഉണ്ടാവും, മറ്റ് ജില്ലകളിലുള്ളവർക്ക് അറിയണം എന്നില്ല. ഈ വഞ്ചൂർ എന്ന് പറയുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 500 മീറ്റർ അല്ലെങ്കിൽ മാക്സിമം 1 കിലോമീറ്റർ മാത്രം മാറി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ അയ്യപ്പ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ, വൃശ്ചിക മാസം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റും വണ്ടികളുടെ ബഹളമാണ്. ഒന്നാമത് അവിടുത്തെ റോഡുകൾ കുറച്ച് കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ഈ ആൾക്കാർ ഇടവഴികൾ മാറിക്കേറിയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആശ്രയിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഈ പറയുന്ന വഞ്ചൂരാണ്. 1. 2, ആയുർവേദ കോളേജ് എന്ന് പറയുന്ന ഒരു സംരംഭമുണ്ട്. വലിയ കോളേജാണ് ആയുർവേദ കോളേജ് എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടേക്കുള്ള രോഗികൾ പോകുന്നത് ഈ പറയുന്ന വഞ്ചൂരിൻ്റെ ഒരു 500 മീറ്റർ മാറിയാണ് അതിരിക്കുന്നത്. ജനറൽ ഹോസ്പിറ്റൽ വരുന്നത് ഈ വഞ്ചൂർ ഈ പറയുന്ന റോഡിൽ നിന്ന് 200-250 മീറ്റർ മാറി മാത്രമാണ് വരുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് രോഗികൾ പോകുന്നത് ഇതുവഴിയാണ് പോകുന്നത്. ഹോൾ ഏഞ്ചൽസ് പോലുള്ള സ്കൂളുകൾ അവിടെ ഇരിക്കുന്നു. ഗോവിന്ദൻസ് എന്ന് പറയുന്ന, അത് പ്രധാനമായിട്ട് ഈ ഗോവിന്ദൻസ് ഹോസ്പിറ്റൽ ഈ പറയുന്ന ഡെലിവറി പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അത്രയും അത്യാവശ്യപ്പെട്ടിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇത്രയും മർമ്മപ്രധാനമായ ഒരു സ്ഥലമെന്ന് മാത്രമല്ല, കോടതിയുടെ മൂക്കിൻ്റെ തുമ്പിൽ, അതായത് ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന റോഡിൻ്റെ ഒരു മതിലെന്ന് പറയുന്നത് തിരുവനന്തപുരം വഞ്ചൂർ ജില്ലാ കോടതിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കോടതിയുടെ ഏമാമാരുടെ മൂക്കിൻ്റെ തുമ്പത്ത് ഇതേ മതിലിൽ ചേർന്നിട്ട് തന്നെയാണ് എന്തിരിക്കുന്നത്, വഞ്ചൂർ പോലീസ് സ്റ്റേഷനും ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലം. ഇത് മാത്രമല്ല, ഇവിടുന്ന് 2-2.5 കിലോമീറ്റർ മാറി മാത്രമാണ് തിരുവനന്തപുരം എയർപോർട്ട് ഇരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ കോട്ടയ്ക്കകത്തെ ബ്ലോക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അതുവഴി കയറി ഈ വഞ്ചൂർ വഴി പേട്ടയിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പം നിങ്ങൾ ആൾക്കാരെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരല്പം വകതിരിവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പഠന ക്ലാസ് നിങ്ങളുടെ സഖാക്കൾക്ക് എടുത്തു കൊടുക്കുന്നതായിരിക്കും ഗോവിന്ദ മാസ്റ്ററെ നാട്ടുകാർക്ക് കുറച്ചുകൂടി നല്ലത് എന്ന് മാത്രമാണ് തുടക്കത്തിൽ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്.